ഏട്ടത്തി, ഇങ്ങോട്ട് നോക്കി. മുഖം കുനിച്ചിരിക്കുന്ന എന്റെ താടിത്തുമ്പിൽ പിടിച്ച് അനു പൊക്കി. എനിക്കറിയാം ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ അനു പറഞ്ഞു. എങ്ങനെ അറിയാം? അറിയാതെ എന്റെ നാവിൽ നിന്ന് ആ ചോദ്യം വീണു. അനു അത് കേട്ട് ചിരിച്ചു. അതെന്നെ തല്ലുന്നതിന് മുന്നേ ഏട്ടത്തി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാൽക്കാശിന് വകയില്ലാത്ത എൻ്റെ ഏട്ടനോടാണോ ഈ വിലയേറിയ സാധനം വാങ്ങിത്തരണമെന്ന് പറയാൻ പോകുന്നതെന്ന്. ഏട്ടത്തി മറന്നുപോയോ അത്? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഇല്ല, ഞാൻ ഓർക്കുന്നുണ്ടെന്ന് മട്ടിൽ തലയനക്കി. അതാ പറഞ്ഞത്. അന്നേ എനിക്ക് മനസ്സിലായല്ല. പറയുന്നതിനൊപ്പം അവൾ ഇടയ്ക്കിടയ്ക്ക് നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. അനുവിന് എന്നോട് ദേഷ്യമുണ്ടോ? ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. അവളുടെ ഏട്ടനല്ലേ. ഏട്ടനെന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ അത് അവളെയും ബാധിക്കില്ലേ? ഏട്ടനെ വേദനിപ്പിച്ചതിന് എന്നോടുള്ള ദേഷ്യം വെക്കില്ലേ? എന്തിനാ ദേഷ്യം? കാശിനും കഴിവിനും ഒരു കുറവുമില്ലായിരുന്ന ഏട്ടത്തിയെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി വന്നതിന്റെ ബുദ്ധിമുട്ട് ആണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അനു അപ്പോഴും ചിരിയോടെയാണ് മറുപടി തന്നത്. എനിക്ക് ആശ്വാസം തോന്നി. പക്ഷേ അത് അനുവിന്റെ ഏട്ടൻ മനസ്സിലാക്കാത്ത എന്താ? അന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ടെമ്പർ തെറ്റിയപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ കേട്ടത് മുതൽ ശ്രീദേവ് എന്നെ അവോയ്ഡ് ചെയ്യുക. ഒന്നും മിണ്ടുന്നത് പോയിട്ട് അബദ്ധത്തിൽ ഒന്ന് നോക്കുന്ന പോലുമില്ല. പരിഭവത്തോടെ തലയാട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, തെറ്റി. അവിടെ ഏട്ടത്തിക്ക് തെറ്റി. ഏട്ടൻ ഇന്നോളം ഏട്ടത്തിയെ അറിഞ്ഞു മനസ്സിലാക്കിയോ നിന്നിട്ടേ ഉള്ളൂ. ഇതുവരെ ഏട്ടത്തി ഏട്ടനോട് കാണിച്ച അകലം ഏട്ടൻ മൂലമാണെന്ന് അദ്ദേഹം നല്ല ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും ഓരോന്നും പറഞ്ഞു ചോദിച്ചും ചിരിച്ചും കളിച്ചും വന്നിരുന്നത് നിങ്ങളുള്ള ഇഷ്ടത്തിന് മേലെ മാത്രം. ഏട്ടത്തി പറഞ്ഞല്ലോ ഇപ്പോൾ ഏട്ടൻ മൈൻഡ് ചെയ്യാറില്ലെന്ന്. അവിടെയും ഏട്ടൻ അറിഞ്ഞ് പെരുമാറുകയാണ്. ഒരംശം കൊണ്ട് പോലും ഏട്ടത്തിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട എന്നോർത്ത്. ഏട്ടത്തിയോട് ഇഷ്ടത്തിന് പോയി ജീവിച്ചോളാൻ പറഞ്ഞില്ലേ? അതെല്ലാം സ്നേഹത്തിന് പുറത്താ. അങ്ങനെയെങ്കിലും ഏട്ടത്തിന്ന് ഹാപ്പി ആയാൽ ഏട്ടനെ സന്തോഷിക്കാമല്ലോ. ഏട്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഏട്ടത്തിക്കുണ്ടായെന്ന്. അല്ലാതെ ആ മനസ്സിലൊന്നുമില്ല. എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ അറിയൂ, വെറുക്കാൻ അറിയില്ല. അത്രയ്ക്ക് പാവാ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണം ആയിരുന്നില്ല അനുവിൽ നിന്നും. എന്നാൽ അവളുടെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു. ഒരുതരം നിർവികാരത, കണ്ണുകളിൽ നനവ്. ഏട്ടനും അനിയത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനല്ലേ. ഞാൻ ശ്രീദേവിനെ കുറിച്ച് ഓർത്തു. എന്നോട് അത്രത്തോളം ഇഷ്ടമുണ്ടല്ലോ അയാൾക്ക്. ഒത്തിരി ഇഷ്ടമുള്ള ആളോട് ആർക്കെങ്കിലും മിണ്ടാതിരിക്കാൻ കഴിയുമോ? ഒന്ന് നോക്കാതിരിക്കാൻ തോന്നുമോ? ഒരുതരം വീർപ്പുമുട്ട് ഫീൽ ചെയ്യില്ലേ? റാമിനെ കാണാതെയും അവൻ എന്നെ വിളിക്കാതെ ഇരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന പോലെ അങ്ങനെ ഒരു വീർപ്പുമുട്ട്. അത് ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ലേ? പിന്നെന്താ ശ്രീദേവി ഇങ്ങനെ? എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? ദേ ഏട്ടനെത്തിയല്ലോ. അനുവിൻ്റെ പറച്ചിലും മുറ്റത്തേക്കുള്ള നോട്ടവും കണ്ടാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ഓട്ടോ വന്നിരുന്നത് ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. ശ്രീദേവ് ഓട്ടോയിൽ നിന്നും കുറച്ച് കവറുകളായി വന്നു. അനുമോളെ, ഇത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടോ. കവർ അപ്പാടെ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ നിർദ്ദേശിച്ചു. ഹായ്, അയിലാണോ? ഇതെവിടെ നേട്ടാ? കവറിൽ തലയിട്ട് നോക്കിക്കൊണ്ട് കൊതിയോടെ അനു ചോദിച്ചു. അവിടെ വഴിയേതിൽ പെട്ടിവണ്ടിയിൽ വിൽക്കാനിട്ടേക്കായിരുന്നു. വിലക്കുറവ് കണ്ടപ്പോൾ വാങ്ങിച്ചു. കുറച്ച് പച്ചമാങ്ങയും മാങ്ങയിട്ട് വെച്ച് മീൻ കറി കൂട്ടിയിട്ട് എത്ര നാളായി. പൈപ്പ് വെള്ളം കൊണ്ട് കാല് കഴുകുന്നതിടെ ശ്രീദേവ് പറയുന്നുണ്ട്. അനു അത് കേട്ടുകൊണ്ട് അകത്തേക്ക് പോകാൻ നിൽക്കുന്ന കണ്ട് ഞാൻ വേഗം മുന്നിൽ കയറി. ഞാൻ കൊണ്ടുവച്ചോളാം അനു, ഇങ്ങ് തന്നേക്ക്. ഞാൻ കൈനീട്ടി. വേണ്ട സിമ്രാൻ, തനിക്ക് മീൻ തൊട്ട് ശീലമില്ലല്ലോ. ഇന്നാൾ കിഷോർ പുഴമീൻ കൊണ്ട് തന്നപ്പോൾ എന്തായിരുന്നു പുകില്? അകത്തേക്ക് കയറി വരുന്നതിന് ഇടയിൽ പെട്ടെന്ന് ശ്രീദേവ് പറയുന്ന കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ആ പറച്ചിലൊട്ടും ഇഷ്ടപ്പെടാതെ ശ്രീദേവിനെ തുറിച്ചു നോക്കി. അനുവിൻ്റെ മഴയിൽ നിന്നും കവർ തട്ടിപ്പറിച്ച് ഞാൻ
അടുക്കളയ്ക്കിൽ നടന്നു. അല്ല പിന്നെ. പിറ്റേന്ന് നേരം വെളുത്തു. ചന്തിക്ക് വെയിലടിച്ചിട്ടും ഞാൻ ബെഡ് വിട്ട് എഴുന്നേറ്റില്ല. എഴുന്നേൽക്കാനും പറ്റിയില്ല, അവസ്ഥയുമല്ല. വെളുപ്പിന് എപ്പോഴോ വല്ലാത്ത ഇടങ്ങേറ് തോന്നിയിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഡ്രസ്സിൽ സ്റ്റെയിനായി കിടക്കുന്ന കണ്ടത്. ഒപ്പം വല്ലാത്ത വയറുവേദനയും. ഡ്രസ്സ് മാറ്റി പാടും വെച്ച് കിടന്ന കിടപ്പാണ്. ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ബെഡിൽ ശ്രീദേവി ഇല്ലാത്ത കാരണം വേദന കൂടുമ്പോൾ ഉരുണ്ടുമറിയാൻ എനിക്ക് സൗകര്യമായി. അതിനിടയിൽ 2 തവണ പോയി വൊമിറ്റും ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെ അനുഭവിച്ച് തീർക്കാനാണോ പെണ്ണുങ്ങളുടെ വിധി? ആരോടെങ്കിലും ഒരു പരാതി പറയാന്ന് വെച്ചാൽ അപ്പോ തുടങ്ങും ഇതൊക്കെ ഓരോ പെണ്ണിൻ്റെയും ഭാഗ്യമാണെന്നൊക്കെ. ഞാനൊന്ന് ഉരുണ്ടു പറഞ്ഞ് ബെഡിൽ തെല്ലത്തേക്ക് വന്ന് കിടന്നു. താഴെ കിടക്കുന്ന ശ്രീദേവിനെ നോക്കി. ഒരു കറുത്ത മുണ്ടും ബനിയനൊക്കെ ഇട്ടാണ് കിടപ്പ്. വായു അല്പം തുറന്നു പിടിച്ച് കുഞ്ഞു പിള്ളേരെ പോലുള്ള ആ കിടപ്പ് ഞാൻ ചുമ്മാ നോക്കിക്കിടന്നു. പെട്ടെന്ന് ആ കൺപോണകളിൽ അനക്കം തട്ടുന്ന കണ്ട് ഞാൻ വേഗം കണ്ണടച്ച് കിടന്നു. അയാൾ പതിയെ എഴുന്നേറ്റ് മൂരി നിവർന്നതും മൊബൈലെടുത്ത് സമയം നോക്കുന്നതും തലക്ക് കൈവയ്ക്കുന്നതും അതിനിടയിൽ എന്നെ സൂക്ഷിച്ചു നോക്കുന്നതുമൊക്കെ ഒളി കണ്ടിട്ട് കണ്ട ഞാൻ വേഗം കണ്ണ് തുറന്നു കൊടുത്തു. ശ്രീദേവ് വേഗം കണ്ണ് വെട്ടിച്ച് മാറ്റി എഴുന്നേറ്റ് പായ മടക്കി അലമാരയുടെ മുകളിൽ വെച്ച് പിന്നെ ബാത്റൂമിലേക്ക് പോയി. ഇയാൾക്കോടൊന്ന് ചോദിച്ചൂടെ എന്താ എഴുന്നേക്കാത്തതെന്ന്? സാധാരണ ഒരാൾ നേരം വൈകിട്ടും എഴുന്നേക്കാത്ത കാണുമ്പോൾ ഏത് പൊട്ടനും തിരക്കും. ഇതൊന്ന് ജീവി. മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് വയ്യ. വീട്ടിലായിരുന്നെങ്കിൽ അമ്മ ചൂട് കോഫി തന്നേനെ. ഞാൻ ഓർക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പലതേപ്പും കുളിയും കഴിഞ്ഞ് ശ്രീദേവ് ഇറങ്ങി വരുന്ന കണ്ട് ഞാൻ തലപൊക്കി നോക്കി. എന്നിട്ടും ആള് മൈൻഡ് ചെയ്യില്ലെന്ന് കണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് വിളിച്ചു. അതെ. വിളി കേട്ട് ശ്രീദേവ് തിരിഞ്ഞു നോക്കി. മഹാഭാഗ്യം. എനിക്ക് വയ്യ, ഡേറ്റായി, നല്ല വയറുവേദനയുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഛർദ്ദിക്കുകയും ചെയ്തു. സുജാമ്മയോട് ഒന്ന് പറഞ്ഞേക്കണേ എനിക്ക് വയ്യെന്ന്. വയ്യാത്തോണ്ടാ കിച്ചണിൽ കയറാത്തതെന്ന് ഞാൻ വയറ് പൊത്തി പിടിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. സ്റ്റാൻഡിൽ കിടന്ന ഒരു ഷർട്ട് എടുത്ത് ഇടുന്നതിനിടയിൽ അയാൾ മൂളി. പിന്നെ മുടിയും ചെയ്ത് പുറത്തേക്ക് പോയി. എന്നോട് പേരിനെങ്കിലും എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയ ഞാൻ നിരാശയോടെ ബെഡിൽ കിടന്നു. ഏറെ നേരം അതേ കിടപ്പ് എനിക്ക് മടുപ്പുണ്ടാക്കി. പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി പല്ല് വെച്ചിറങ്ങി മുൻവശത്തേക്ക് കടന്നു. തിണ്ണയിൽ കാൽ വലിച്ച് നീട്ടിയിരിക്കുന്നു. ചൂടോടെ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കിട്ടിയിരുന്നെങ്കിലെന്ന് എന്നാശിച്ചു. ഇന്നാ. പെട്ടെന്നൊരു കയ്യും ഗ്ലാസ് മുന്നിലേക്ക് നീണ്ടുവന്നു. ഞാൻ മുഖം പൊക്കി നോക്കി. തള്ളേ ശ്രീദേവ്. എന്താ ഇത്? ഞാൻ അത്ഭുതത്തോടെ ഗ്ലാസ് വാങ്ങി ചോദിച്ചു. ഇഞ്ചി ചായ, വയറുവേദനയ്ക്ക് നല്ലതാ, അയാൾ പറഞ്ഞു. ഞാൻ മുഖം ചൊളിച്ച് ആ പാനീയത്തിലേക്ക് നോക്കി. വേദന മാറണമെങ്കിൽ മതി. ഇനി എൻ്റെ വീട്ടിൽ വെച്ച് ഞാനിത് കുടിക്കാറില്ല, അത് കുടിക്കാറില്ല, മറ്റേതേ കുടിക്കൂ എന്നൊക്കെ വീമ്പ് പറയാനാണെങ്കിൽ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. മുറുകിയ സ്വരത്തിൽ ശ്രീദേവ് പറഞ്ഞതും എൻ്റെ മുഖം ചുളുങ്ങിപ്പോയി. കുടിക്കാൻ മടി തോന്നിയെങ്കിലും ശ്രീദേവിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചിച്ചായ എങ്ങനെയോ 2 ഇറക്ക് കുടിച്ചു. അമ്മേ, ആദ്യം ആ ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ അണ്ടകടാളം വരെ എരിഞ്ഞുപോയി. ഒപ്പം ചൂടും നാക്കും പൊള്ളി. ഞാൻ ഗ്ലാസ് തറയിലേക്ക് വെച്ചു. ശ്രീദേവ് എന്നിൽ നിന്നും അല്പം നീങ്ങിയിരുന്ന് രാവിലത്തെ പത്രം വായിക്കുന്നുണ്ട്. പുരികൊക്കെ ചുളിച്ച് കണ്ണൊക്കെ തുറപ്പിച്ചു വെച്ചാണ് വായന. ഇന്ന് ഓട്ടത്തിൽ പോണില്ലേ? ആളുടെ മുഖത്തേന്ന് കണ്ണെടുക്കാതെ ഞാൻ ചോദിച്ചു. പോണം. പത്രത്തിൽ തന്നെ നോക്കിക്കൊണ്ട് മറുപടിയും എത്തി. ഇയാൾ അതിൻ്റെ അകത്ത് കുഴിച്ചു വെച്ചിരിക്കുകയാണോ? ഹൈ, ഞാൻ ഉള്ളിൽ പിറുപിറുക്കുകയായിരുന്നു. അല്ല, ഇതിപ്പോ എനിക്കെന്താ പറ്റിയത്? അയാൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അതെന്നെ ബോധർ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒരു ഞെട്ടിലോടെയാണ് ഞാനത് ഓർത്തത്. 1-2 ദിവസമായിട്ട് ഇങ്ങനെയാണ്. ഞാൻ പിടിച്ചു നിർത്തുന്ന സ്ഥലത്തൊന്നും നിൽക്കണില്ല മനസ്സ്. കൈവിട്ട് പോവുകയാണോ സപ്പു നീ? വേണ്ടട്ടോ, മാനം പോവും. ഇത്രയും ദിവസം തള്ളും പറഞ്ഞ് നടന്നു നോക്കിയും വെള്ളത്തിലാവും. ഇവിടെ നിന്ന് എനിക്ക് ഒരിക്കലും പോവണ്ടെന്നല്ലേ?
ആവശ്യമില്ലാത്ത ചിന്തകൾ വലിച്ചു കയറ്റി അവസാനം തലയുരാൻ പറ്റാത്ത അവസ്ഥയാവും. ഞാൻ ഓർത്തു. ശ്രീദേവ് അപ്പോഴേക്കും പത്രം മടക്കി വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അയാളുടെ ഓട്ടോയെ തൊട്ടും തലോടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്. അയാളുടെ ഓട്ടോയെ ചുറ്റിപ്പറ്റി എപ്പോഴും ചോദിക്കണമെന്ന് മനസ്സിൽ കുറിച്ച് വെച്ച ചോദ്യം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ പറഞ്ഞു. എന്താ? ഒരു ചെറിയ തുണി കൊണ്ട് സീറ്റ് തുടക്കുന്നതിനിടയിൽ ശ്രീദേവ് കാര്യം അന്വേഷിച്ചു. ഈ ഓട്ടോയ്ക്ക് വൃന്ദാവൻ എന്ന് പേരിടാൻ എന്താ കാരണം? ആ അക്ഷരങ്ങളിലേക്ക് നോക്കിയാണ് ഞാനത് ചോദിച്ചത്. അത് പറയില്ല. പറഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെടില്ല. ശ്രീദേവ് നിസ്സംഗതയോടെ പറഞ്ഞു കേട്ട് എൻ്റെ മുഖം ചുളിഞ്ഞു. അതെന്ത് എനിക്കിഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം? എനിക്കൊന്നും തോന്നിയില്ല. ശ്രീദേവ് പറ. കുറെ നാളായി ഞാൻ ചോദിക്കണമെന്ന് കരുതി മറന്നുപോകുകയായിരുന്നു. കാരണം അറിയാനുള്ള അമിത മോഹത്തോടെ ഞാൻ ശ്രീദേവിനെ കൂടുതൽ സമീപിച്ചെങ്കിലും അയാൾ എന്നെ ഒഴിവാക്കി. വെയിൽ കൂടി വരുന്നുണ്ട്. ഒന്നാം തനിക്ക് വയ്യ, അതിനിടയിൽ ഈ ചൂടും. അതല്ല, ഇനി ഈ വെയിൽ നിന്ന് കൊള്ളാനാ ആണ് ഭാവമെങ്കിൽ പിന്നെ തന്നെ അടുപ്പിൽ വെക്കാനേ കൊള്ളൂ. കയറി പോവാൻ നോക്ക് സിമ്രാൻ. എന്നെ ഒരു ആട്ടുമാട്ടി ഗൗരവത്തിൽ ശ്രീദേവി ഓട്ടോയിലേക്ക് കയറി. ഇയാൾ വിചാരിച്ച പോലും അല്ലല്ലോ. ഒന്ന് താൻ തന്നപ്പോൾ ഒടുക്കത്തെ അഹങ്കാരം കൊണ്ട് വന്നേക്കുവാ. ആദ്യമൊക്കെ എന്തായിരുന്നു ഭാവം. ഇതിനൊന്നും കുടിച്ചുള്ളത് വിശ്വസിക്കരുത്. ഓട്ടോമെടുത്ത് പോകുന്ന ശ്രീദേവിനെ നോക്കി ദേഷ്യത്തിൽ ഞാൻ മണ്ണിൽ കാലുകൊണ്ട് ആന ചവിട്ടി. എന്താ ഏട്ടത്തി പിറുപിറുക്കുന്നേ? പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ചോദ്യം. ഞാൻ തിരിഞ്ഞു നോക്കി. ചുണ്ടിൽ കുസൃത ചിരിയുമായി എന്നെ നോക്കിയിരിപ്പുണ്ട് അനു. ഇതെപ്പോ പൊട്ടിമുളച്ചു? ഒന്നുമില്ല. അനുവിന്റെ ഏട്ടന്റെ കാര്യം വലിയ കഷ്ടമാണ്. തിരികെ ഇറയത്തെ കയറി തിണ്ണയിൽ നിന്ന് ഗ്ലാസും എടുത്ത് ഞാൻ മുഷ്ടിയോടെ പറഞ്ഞു. ആദ്യമൊക്കെ ഏട്ടനും ഇതുതന്നെയായിരുന്നു പറച്ച്. ഏട്ടത്തി കൊണ്ട് വലിയ പാടാണ്, മെരുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ അനു താടി കൈവച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം. എനിക്കറിഞ്ഞൂടെ എന്നെ. എന്താ ആലോചിക്കുന്നേ? അനു ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമൽ കൂച്ചി. ഏട്ടത്തിന്റെ വയറുവേദന കുറഞ്ഞോ? അവൾ ചോദിച്ചു. സത്യത്തിൽ അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഓർത്തു തന്നെ. ഇത്രയും നേരം ശ്രീദേവിനോട് സംസാരിച്ചിരുന്ന സമയത്തെല്ലാം വയറുവേദനയുടെ കാര്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ ഉച്ച മയങ്ങാതെ ഇത് മാറുന്ന ലക്ഷണം കണ്ടിട്ടില്ല. ഇങ്ങനെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാറില്ല. ഇതെന്ത് മാജിക്? കുറവുണ്ട് മോളെ. എങ്കിലും ഒരു ചെറിയ വേദന ബാക്കി നിൽക്കുന്നതിന്റെ പേര് ഞാൻ പറഞ്ഞു. എങ്കിൽ വാ, എന്തെങ്കിലും കഴിക്കാം. ഏടത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അമ്മ വിട്ടത് എന്നെ. അവൾ വീൽ ചെയർ റോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോ വേണ്ട, ഞാൻ നിരസിച്ചു. ഈ സമയത്ത് ആഹാരം ഒഴിവാക്കണത് അമ്മയ്ക്ക് ഇഷ്ടമല്ല ഏടത്തി. പേരിനെങ്കിലും എന്തെങ്കിലും കഴിക്കണം. വാ. അവളുടെ നിർബന്ധം കാര്യമാക്കാതെ ഞാൻ നിന്നു. ദേ, മര്യാദക്കിപ്പോ വന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ ഏട്ടൻ ഓട്ടോയ്ക്ക് എന്തിനാ വൃദ്ധാവൻ എന്ന് പേരിട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് അവളുടെ വാക്കുകൾ കേട്ട് ഞാൻ അന്തം വിട്ടു. ഇതെങ്ങനെ ഇവൾക്ക് മനസ്സിലായി? സംശയിക്കേണ്ട. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുപേരും കൂടി പറയുന്നൊക്കെ കേട്ടു. ചുണ്ടിൽ വിരൽ വെച്ച് ചിരിച്ചു. ഞാൻ ചമ്മിയ മുഖത്തോടെ നിന്നു. ഏട്ടത്തിക്ക് അതറിയാൻ അത്ര ക്യൂരിയോസിറ്റി ആണേ വന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തേ? അവസാനം വട്ടമെന്നോണം അനു എന്നെ ഭീഷണിപ്പെടുത്തി. കഴിക്കാം. ഞാൻ സമ്മതിച്ചെന്ന മട്ടിൽ അവളുടെ വീൽ ചെയറും തള്ളി ഒപ്പം അകത്തേക്ക് കയറി. ഞാനിങ്ങനെ സസ്പെൻസ് ഇടുന്ന കണ്ടിട്ട് വലിയ എന്തോ സംഭവമാണെന്ന് കരുതണ്ട ഏട്ടത്തി. ഇതൊരു കുഞ്ഞിക്കാര്യമാ. പിന്നെ ഏട്ടൻ പറയാത്ത ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അങ്ങേർക്ക് നാണം വന്നു പോയാലോ എന്നോർത്തായിരിക്കും. റൂമിന് പുറത്തേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി രഹസ്യം പറയുന്നോളെ കണ്ട് എനിക്ക് ചിരിയാണ് വന്നത്. നാണോ? അതെന്തിനാ നാണം? ഞാൻ സംശയത്തോട് ചോദിച്ചു. അത് പറയാം. ഈ ഓട്ടോ അച്ഛൻ ഓടിച്ചിരുന്ന സമയത്ത് ഇതല്ലായിരുന്നു പേര്. ശ്രീകുട്ടൻ എന്നായിരുന്നു. ഏട്ടന്റെ അതേ പ്രായമുള്ള വണ്ടി ആയതുകൊണ്ട് മോന്റെ പേര് അച്ഛന് വണ്ടി കിട്ടു. അച്ഛൻ ഓട്ടോ നിർത്തി ഏട്ടൻ ഓട്ടത്തിന് പോയി തുടങ്ങിയപ്പോഴാണ് ഇതേ പേര് തന്നെ ആയിരുന്നു. പിന്നെ ആരാ അത് മാറ്റിയത്? ഇടയ്ക്ക് ഏറെ ഞാൻ ചോദിച്ചു. ഏട്ടൻ തന്നെ.
അവൾ പറഞ്ഞു. എന്തിന്? അതല്ലേ പറഞ്ഞു വരുന്നത്. ഏട്ടൻ വലിയൊരു കൃഷ്ണഭക്തനാണ്. കൃഷ്ണന് ഏട്ടൻ്റെ ഇഷ്ടദൈവം. ഈ വൃന്ദാവൻ എന്ന് പറയുന്നത് കൃഷ്ണൻ ജനിച്ചു വളർന്ന പുണ്യഭൂമി അല്ലേ? ഗോപികമാരോടൊത്ത് കളിച്ചും ചിരിച്ചു നടന്ന സ്ഥലം. അതുകൊണ്ട് ഏട്ടന് പ്രത്യേക ഇഷ്ടമുണ്ട് ആ പേരിനോട്. ഏട്ടത്തെ പെണ്ണ് കാണാൻ പോയി വന്നതിന് ശേഷം ഏട്ടൻ കണ്ട സ്വപ്നങ്ങൾക്ക് അതിരില്ല. പുതിയൊരു വീട് വയ്ക്കണം. നിറയെ പൂക്കളും പൂമ്പാറ്റകളും പാറിപ്പറന്ന് നടക്കണ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു വീട്. ആ വീടിന് വൃന്ദാവൻ എന്ന് പേരിടണം. അവിടെ ഏട്ടനും ഏട്ടത്തിയും നിങ്ങളുടെ കുഞ്ഞു മക്കളും അവരുടെ കളിചിരികളും. അങ്ങനെ സ്വർഗം പോലൊരു വീട്, സന്തോഷത്തോടെ ഒരു ജീവിതം. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് ഏട്ടൻ മാറ്റിയതാ ആ ഓട്ടോയുടെ പേര്. ഇതൊക്കെ ഒരിക്കൽ ഏട്ടൻ എന്നോട് പറഞ്ഞത് കേട്ടതാ. അനു പറഞ്ഞു നിർത്തിയപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഒരു ഇരിപ്പായി പോയി ഞാൻ. വെറുതെ അല്ല, കാരണം കേട്ടാൽ എനിക്കിഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ശ്രീദേവ് ഒഴിവായത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാവും. റാമിനെയും അവനൊപ്പമുള്ള ആഡംബര ജീവിതവും ഞാൻ സ്വപ്നം കണ്ട് നടന്ന അതേ സമയത്ത് ഇവിടെ എനിക്കൊപ്പം ഒരു ചെറിയ ജീവിതം അയാൾ പ്രതീക്ഷിച്ചു. ഞാൻ ആഗ്രഹിച്ചതൊന്നും കിട്ടാത്തപ്പോൾ എനിക്കുണ്ടായ അതേ ഫീലിങ്സ് ശ്രീദേവനുണ്ടായിരിക്കണം. പാവം. അന്ന് ആദ്യമായി ഞാൻ ശ്രീദേവിൻ്റെ ഭാഗം ചിന്തിച്ചു നോക്കുകയായിരുന്നു. ഞാനും അയാളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഇതുവരെയുമുള്ളതെല്ലാം കൂട്ടിക്കിഴിച്ചും നോക്കിയാൽ ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്.